നമസ്കാരം, ഞാൻ നജീന. KSCBL ജനറേഷൻ വിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇന്ന് നമുക്ക് ജനറേറ്റിംഗ് സ്റ്റേഷനിലെ എമാരുടെ പ്രധാന കർത്തവ്യങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായും കളമശ്ശേരി ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്നും ലഭിക്കുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റേഷൻ ജനറേറ്ററുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുക, സുഗമമാക്കുക എന്നുള്ളതാണ് എമാരുടെ പ്രഥമ കർത്തവ്യം. ഇതിലേക്കായി സ്റ്റേഷനിലെ ജീവനക്കാരെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ഓപ്പറേഷൻ വിഭാഗവും മെയിൻ്റനൻസ് വിഭാഗവും. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ഓപ്പറേഷൻ വിഭാഗം 3 ഷിഫ്റ്റ് സൈക്കിളുകളായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ക്രൂവിലും മെയിൻ ഓപ്പറേറ്റർ, ജൂനിയർ ഓപ്പറേറ്റേഴ്സ്, ഷിഫ്റ്റ് അസിസ്റ്റൻസ് എന്നിവരാണ് ഡ്യൂട്ടി നിർവഹിക്കുന്നത്. ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചെറിയ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഓപ്പറേറ്റർ തസ്തികയിലും ലാർജ് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ജൂനിയർ ഓപ്പറേറ്റർ തസ്തികയിലുമാണ് എയുടെ ഡ്യൂട്ടി വരുന്നത്. ഡ്യൂട്ടിയിലുള്ള ഓപ്പറേറ്ററാണ് സ്റ്റേഷന്റെ പരമാധികാരിയും സംരക്ഷകനും. തൻ്റെ സ്റ്റേഷന്റെ പരിധിയിലുള്ള എല്ലാ മെഷീൻസും, എക്യുപ്മെന്റ്സ്, ഫീഡേഴ്സ്, അതർ ഇൻസ്റ്റലേഷൻസ്, പാനൽസ്, സ്വിച്ച് യാർഡ് എക്യുപ്മെന്റ്സ്, എല്ലാ കമ്പോണൻസിൻ്റെയും പ്രോപ്പർ കണ്ടീഷൻ മോണിറ്ററിംഗ്, റീഡിംഗ്, ഡേറ്റ റെക്കോർഡിംഗ്, നോർമൽ ഷട്ട് ഡൗൺ, നോർമൽ സിങ്ക്രണൈസേഷൻ, സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ് മെഷീൻസ്, എമർജൻസി ഷട്ട് ഡൗൺ ഡ്യൂറിംഗ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ലോഡ് ഡെസ്പാച്ച് സെന്റർ ആൻഡ് ഹയർ അതോറിറ്റീസ് എന്നിവയാണ് ഓപ്പറേറ്ററുടെ പ്രഥമ കർത്തവ്യങ്ങൾ. സ്റ്റേഷനെ കുറിച്ചും അതിലെ ഓരോ എക്യുപ്മെന്റ്സിനെ കുറിച്ചുമുള്ള വ്യക്തമായ ആഴത്തിലുള്ള അറിവും നിരീക്ഷണവും അവബോധവും ആവശ്യമായ ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് പ്രാപ്തമാക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഡ്യൂട്ടിയാണ് ഓപ്പറേറ്ററുടേത്. തൻ്റെ ക്രൂവിനെ കൃത്യമായി പ്രോപ്പറായ രീതിയിൽ ഗൈഡ് ചെയ്യുന്നതിലൂടെ പവർ സ്റ്റേഷനിലെ ഓരോ എക്യുപ്മെൻസിനെയും ക്ലോസായി വാച്ച് ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ജനറേറ്റേഴ്സിൻ്റെ മാക്സിമം അവൈലബിലിറ്റി എൻഷുർ ചെയ്യുന്നതിലൂടെ പവർ ഹൗസ് വിസിറ്റേഴ്സിനെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നതിലൂടെ സ്റ്റേഷന്റെ പ്രവർത്തനത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ ഓപ്പറേറ്ററുടെയും ചുമതലയാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനിലെ രണ്ടാമത്തെ വിഭാഗമായ മെയിൻ്റനൻസ് വിങ് പ്രധാനമായും ചെയ്യുന്നത് പവർ ജനറേഷൻ ആൻഡ് ഇവാക്വേഷൻ ഫംഗ്ഷൻസിൻ്റെ പാർട്സായ എല്ലാ ഉപകരണങ്ങളും, മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഫീഡേഴ്സ്, അതർ ഇൻസ്റ്റലേഷൻസ്, പാനൽസ് എന്നിവയുടെ റൂട്ടീൻ മെയിൻ്റനൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ വർക്ക്സ് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഷന്റെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചെറിയ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ 3 വിങ് മെക്കാനിക്കൽ മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ആൻഡ് സ്വിച്ച് യാർഡ് മെയിൻ്റനൻസ് വിഭാഗത്തിലായിരിക്കും എമാരുണ്ടാവുക. ലാർജ് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഓരോ സബ് ഡിവിഷനിലും എമാരുടെ പോസ്റ്റ് ഉള്ളതാണ്. അതിൽ ജനറേറ്റർ മെയിൻ്റനൻസ്, ടർബൈൻ മെയിൻ്റനൻസ്, സ്വിച്ച് യാർഡ് മെയിൻ്റനൻസ്, ഓക്സിലിയറി, ഓട്ടോമേഷൻ ഓഫ് സ്കാഡ എന്നീ വിഭാഗങ്ങളിൽ എമാരുണ്ട്. ഇവരൊക്കെ അതാത് സബ് ഡിവിഷനിലെ എസിമാരുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ക്രൂവിലും ഓരോ സബ് ഡിവിഷനിലും എമാരുടെ കീഴിൽ സബ് എഞ്ചിനീയേഴ്സ്, ഓവർസിയേഴ്സ്, ലൈൻമെൻ, വർക്ക്മെൻ എന്നിവർ ഉണ്ടായിരിക്കുന്നതാണ്. തങ്ങളുടെ വർക്കുകൾ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേതുപോലെ തന്നെ സൺറൈസ് മീറ്റിംഗ് എല്ലാ ദിവസവും നടത്തും. ടൂൾ ബോക്സ് സ്റ്റോക്കിൽ ആ വർക്കിന് വേണ്ട കൃത്യമായ ഡയറക്ഷൻസ്, വർക്ക് പ്രൊസീജിയേഴ്സ്, സേഫ്റ്റി ഗൈഡ് ലൈൻസ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് സേഫ്റ്റി ഗാഡ്ജറ്റ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് ജീവനക്കാരെ ബോധവൽക്കരിക്കും. പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായ വർക്കുകൾ പ്ലാൻ ചെയ്യുക. വർക്കിൻ്റെ പ്ലാനിംഗ് മുതൽ എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ്, വർക്ക് സൂപ്പർവിഷൻ, വർക്ക് മെഷർമെൻറ്റ്, ബിൽ പ്രിപ്പറേഷൻ ആൻഡ് ബിൽ പേയ്മെൻറ്റ് വരെയുള്ള പ്രോസസ്സുകൾ എയുടെ മേൽനോട്ടത്തിലാണ് നടത്തപ്പെടുന്നത്. പുതിയ പഠനങ്ങൾക്കും ഒരുപാട് അറിവുകൾക്കും വലിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിടുന്ന ഈ ജോലി എമാരുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാകുന്നതാണ്. കൺട്രോൾ വയറിംഗ്, പ്രൊട്ടക്റ്റീവ് റിലേസ് and its operation, SCADA and automation system, earthing system, testing and commissioning of panels and equipments എന്നീ സ്പെസിഫിക് ഏരിയകളിൽ ആഴത്തിലുള്ള വിജ്ഞാനത്തിനുള്ള അവസരമാണ് ഈ കരിയറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ പ്രധാന കർത്തവ്യങ്ങൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സ്പെസിഫിക് ഏരിയകൾ സെലക്ട് ചെയ്യുവാനും അതിൽ വർക്ക് ചെയ്യുവാനും അതിലൂടെ ഒരുപാട് വിജ്ഞാനം, അറിവ് വിപുലപ്പെടുത്താനുമുള്ള വലിയ അവസരങ്ങളാണ് ഈ കരിയറിലൂടെ എഞ്ചിനീയേഴ്സിന് ലഭിക്കുന്നത്.